ഇനി ഹോണ്ട ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഹോണ്ടയ്ക്കുള്ളത്. കമ്പാരിറ്റീവ്ലി മാരുതി സുസുക്കിനേക്കാളും ഹോണ്ടയിനേക്കാളും കുറച്ച് മെയിൻ്റനൻസ് ചാർജ് കുറച്ച് കൂടുതലായിരിക്കും. എന്നാലും വണ്ടി നല്ല അടിപൊളി കംഫർട്ട് വണ്ടികളായിരിക്കും. അതിൽ മെയിൻ എടുത്തു പറയേണ്ട കാര്യം ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ അതുപോലെ തന്നെ യൂസ്ഡ് മാർക്കറ്റിൽ ഒരുപാട് പോകുന്ന ഒരു മോഡലാണ് ഹോണ്ട സിറ്റി. അത് നമുക്ക് 2004 മുതൽ 2007, 2008 വരെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടും. ഇനി സിവിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 2008 വരെയുള്ള മോഡൽസ് കിട്ടും. അക്കോർഡും നമുക്ക് 2008 വരെയുള്ള മോഡൽസ് ഈ ഒരു റേറ്റിന് കിട്ടും. ഹോണ്ട അമേസും 2014 വരെയുള്ള മോഡലൊക്കെ നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടാം. ഞാൻ ഈ പറഞ്ഞ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല റണ്ണിങ് കണ്ടീഷനുള്ള നല്ല നീറ്റ് ക്വാളിറ്റിയിലിരിക്കുന്ന വണ്ടികളുടെ റേറ്റും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക കണ്ടീഷൻ കുറച്ച് കുറവായ വണ്ടികൾ ചിലപ്പോൾ കൂടിയ മോഡൽ, അതായത് ഇതിനേക്കാളും ഞാൻ പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടിയ മോഡൽസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ തന്നെ നോക്കിയെടുക്കുക. എന്തെങ്കിലും കുറവുകൾ അതിനുണ്ടെങ്കിൽ അതിന് എത്ര രൂപയാവും അത് ശരിയാക്കാൻ